ഒരു കൊച്ചു കൊച്ചിനടുത്ത് എപ്പോ നോക്കിയാലും ഒന്ന് തന്നാ ഉണ്ടല്ലോ എന്ന് പറഞ്ഞോണ്ടിരിക്കണേ അല്ല മക്കളെ ആ നോയിക്കൊണ്ടിരിക്കാതെ ഇവിടെ നിന്നെ കയ്യില് കിട്ടാൻ ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. ചേട്ടാ ചേട്ടൻ തരുന്നുണ്ട് കേട്ടോ. കാണിച്ചു ഞാൻ. ஆஹா நீங்க எல்லாம் இங்க இருக்கீங்களா? நான் அம்மா கிட்ட சொன்னேன் இன்னைக்கு என்னோட பர்த்டேன்னு. அப்ப அம்மா என்ன சொன்னாங்க தெரியுமா? நம்மளுக்கு பாயசம் வைக்கலாம்னு. வைக்கலாமா? പായസൊക്കെ ഇപ്പൊ ആന്റി ഇതിപ്പം ഇത്ര സമയമൊക്കെ ആയില്ലേ, ഇനിയിപ്പൊ എന്തിനാ അതിന്റെ പേരില് വെറുതെ മെനക്കിടുന്നേ? പിന്നെ ബർത്ത്ഡേ ആന്റിയുടെ ആണ്, ആന്റിക്ക് വേണമെങ്കിൽ വെച്ചോ. அப்படின்னா என்ன பாயசம் வேணும்? അങ്ങനെ ഇപ്പൊ പായസം വേണോന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ വെക്കുവാണെങ്കിൽ കടലപ്പായസമാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് നടക്കൂല. വെക്കുവാണെങ്കിൽ നീ വെക്കുന്നുണ്ടെങ്കിൽ പാലട ആണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു 1/4 ഗ്ലാസ് കുടിക്കാം. നിങ്ങൾ വെക്കാതിരിക്കും എന്തെങ്കിലും കാണിക്കും. എന്നാലും എനിക്ക് പായസത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ഏത് പായസമാണെങ്കിലും ഞാൻ കുടിക്കും. കുറച്ച് വേപ്പില അരച്ച് പായസം ഉണ്ടാക്കി തരട്ടാ, കുടിക്കൂ. അതെന്ത് പായസം? ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ലല്ലോ. കലക്കി തരാം, കുടിക്കണേ. കുടിക്കാം. அப்படின்னா பாயசம் வைக்கலாமா? ഓ വേണ്ട ആന്റി, പായസത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതന്നെ വേണ്ട, ശരിയാവും. വേണ്ട ആന്റി. யாருக்கும் விருப்பம் இல்லைன்னா வேண்டாம். കണാൻഡി வைக்கலாமா? பாயசம் வைக்கலாமா? പായസം വെക്കലായിരുന്നു, പക്ഷേ അത് സദ്യ ആയിരുന്നു നീ വെക്കായിരുന്നു. ഇപ്പൊ സദ്യ ഇവിടെ വീട്ടിൽ ഉണ്ടായി കഴിഞ്ഞാൽ ശരിയാവത്തൂല്ല. നല്ല വെപ്പേര് വെക്കണം, നല്ല ശരിയാവുള്ളൂ അല്ലേ? அதுக்கு என்னடா கேசு, நம்மளுக்கு வேணா சத்யா ஆர்டர் செய்யலாமே. ഓർഡർ ചെയ്തപ്പോ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ചോറും മീൻകറിയും മീൻവറുത്തൊക്കെ എന്ത് ചെയ്യും? ആന്റിയുടെ ബർത്ത്ഡേ അല്ലേ, പായസം വേണോ? സദ്യ വേണോ? എനിക്കുണ്ട്. കണ്ടാ, ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല ആന്റി. ആന്റി പണ്ടത്തെ പോലെ ഇപ്പൊ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാനായിട്ട് ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ പണ്ടത്തെ ബർത്ത്ഡേ, അതും അമ്മൂമ്മയുടെ ബർത്ത്ഡേ, അതൊരു ഒന്നൊന്നര ആഘോഷമായിരുന്നു. അമ്മയ്ക്ക് അതറിയത്തില്ല. ഞാൻ പറയാം, നമ്മളെല്ലാവരും കൂടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് അങ്ങ് പടവലത്ത് പോയേക്കുക. എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഉണ്ട്, ബാസ്യങ്ങളുണ്ട്, ശങ്കരപ്പനുണ്ട്, ചിറ്റപ്പനുണ്ട്, എല്ലാവരും ഒരേ ആഘോഷം ഒരേ പൊളി. അവിടെ ചെന്നപ്പോഴത്തേക്കും എന്താ, വൈകിട്ടായപ്പോഴത്തേക്കും നൈസായിട്ട് അച്ഛനും ബാസ്യങ്ങളും അപ്പനും കൂടി ഒരു മുങ്ങല്, തിരിച്ചു വരുന്ന 4 കാലില്ല. അങ്ങനെ വെള്ളം അടിച്ച് ഫിറ്റായ ശങ്കരപ്പൻ കേക്കില് മുഖം കുത്തിരി വീഴ്ച വീണു. അമ്മൂമ്മ അപ്പനെ വീട് ഒരു ഒഴിക്കുകയും ചെയ്യും. ഈ കഥ എനിക്കറിയാലോ. എന്നാ പിന്നെ ആദ്യമേ പറഞ്ഞാൽ പോരായിരുന്ന, എന്തിനാണ് സമയം വേസ്റ്റ് ആക്കിയത്? അല്ല, നീ എക്സ്ട്രാ വല്ലതും ഇട്ട് കൂടുതൽ തള്ളുന്നു എന്നറിയാൻ വേണ്ടി. സത്യം പറയുടെ ബർത്ത്ഡേ ആഘോഷിക്കാത്ത ആൾക്കാരില്ല. ബാസ്യങ്ങളുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചില്ലേ? അയ്യോ, അന്ന് അങ്കിൾ എന്തൊരു കരച്ചിലായിരുന്നു എന്റെ അമ്മോ. അതിപ്പോ ഗൗരിയമ്മയുടെ ബർത്ത്ഡേ ആഘോഷിച്ചപ്പോഴാ ഇവിടെ കിടന്ന് നെഞ്ചത്തടി നിലവിളിയായിരുന്നു. എന്തായാലും ഇവിടെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണ പോലെ കേരളത്തിൽ ഓരോ വീട്ടിലും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യൂല. ആന്റി ആന്റി എന്ത് ഇവിടെ വെക്കുന്ന? അടുക്കള വേറെ ജോലിയൊന്നും ഇല്ലേ? கேசு, என்கிட்ட கொஞ்சம் பைசா இருக்கு, நான் தரட்டா? நீ போய் சாக்லேட் வாங்கிட்டு வருவியா? അതിന്റെ ആവശ്യമൊന്നും ഇല്ല ആന്റി. ഒന്നാമത് ചോക്ലേറ്റ് തിന്ന് ഇതിന്റെ പല്ലൊക്കെ പുഴു കൊണ്ടുപോയി. ഇനി ഇവിടെ മിഠായിയുടെ ആവശ്യമൊന്നുമില്ല. അത് മാത്രല്ല, എനിക്കിപ്പോ ജംഗ്ഷൻ വരെ പോകാൻ വയ്യ. ആന്റി ആന്റിയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ആന്റിക്ക് എന്താ വയ്യേ? എന്താ വെച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബർത്ത്ഡേ ചിരിക്കാ ആന്റി. എന്ത്, വീട്ടിൽ പോണോ? വേണ്ട. എന്തൊരു വയ്യായി ഉണ്ടെങ്കിലും പറയത്തില്ലല്ലോ. വാറുന്നു തലവേനല്ലോ ഉണ്ടോ, പനിയുണ്ടോ? ഒന്നും ഇല്ല ആന്റി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാ തുറന്ന് പറയണം, നമുക്ക് എങ്ങനെ മനസ്സിലാവും? കൈവേന, കാലുവേന, മുട്ടുവേന, തലവേന. சாமி, எனக்கு ஒரு அசுகம் இல்ல. என்ன பேசண்டெல்லாம் ஆக்கிடாதீங்க.